തിരുവനന്തപുരത്ത് നിന്ന് 36 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നെയ്യാർ ഡാമിൻ്റെ എൻട്രി കവാടത്തിന് ഫ്രണ്ടിലാണ്. വളരെ മനോഹരമായ തിരുവനന്തപുരത്തെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് നെയ്യാർ ഡാം. ഒത്തിരി സവിശേഷത ഏറിയ സ്ഥലമാണ് നെയ്യാർ ഡാം. പക്ഷേ ഇപ്പോൾ നെയ്യാർ ഡാമിനുള്ളിലെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഡാമിൻ്റെ സുരക്ഷാ കാര്യങ്ങളുമായിട്ട് അവരെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് എക്കോ ടൂറിസമാണ്. അത് കണ്ട് അവിടെയുള്ള ഭംഗി ആസ്വദിച്ച് പോകാം. ഇത് പാക്കേജസ് ആണ്. ഒന്ന് ക്യാമ്പിംഗ് പാക്കേജസ്, മറ്റൊന്ന് എക്കോ ടൂറിസം പാക്കേജ്. ക്യാമ്പിംഗ് പാക്കേജിൽ വരുന്നത് മീൻമുട്ടി ക്യാമ്പ് ഷെഡ്, കോംബൈ ക്യാമ്പ് ഷെഡ്, ഉത്തരകയം ടോപ്പ് ഹണ്ട്, ട്രക്കിംഗ് പാക്കേജസ്, കോംബൈ മീൻമുട്ടി വാട്ടർഫാൾസ്. അതുപോലെ തന്നെ എക്കോ ടൂറിസം പാക്കേജിൽ വരുന്നത് ലയൺ സഫാരി പാർക്ക്, ബോട്ടിംഗ്, ക്രൊക്കഡൈൽ പാർക്ക്, ഡിയർ പാർക്ക്, എലിഫന്റ് സഫാരി ടു കാപ്പുകാട്. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് എക്കോ ടൂറിസം പാക്കേജിലാണ്. നമുക്ക് അകത്തോട്ട് പോകാം. പോകാനുള്ള ബസ് എത്തിയിരിക്കുകയാണ്. ഇനി നേരെ ലയൺ സഫാരിക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ ലയൺ സഫാരി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നേരെ നിൽക്കുന്നത് ഡിയർ പാർക്കിലാണ്. പുറകിലെല്ലാം നിറച്ച് മാനകളാണ്. നല്ല അടിപൊളിയാണ് മാനയെല്ലാം കാണാൻ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുത്. അതിനിവിടെ 25,000 രൂപ പിഴ അടയ്ക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നവരാരും കുപ്പികൾ, പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നേരെ ഞാൻ പോകാൻ പോകുന്നത് ക്രൊക്കഡൈൽ പാർക്കിലേക്കാണ്. മുതലുകളെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ വീണ്ടും ബോട്ടിൽ മുന്നോട്ട് പോകാം. നന്നായിട്ട് വെയിലടിക്കുന്നു ഇവിടെ. പക്ഷെ അടിപൊളിയാണ് ഇവിടെ. ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ സൂപ്പർ. അവിടെ കണ്ട 2 സിംഹങ്ങളും പെൺസിംഹങ്ങളാണെന്നാണ് ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അത് പറയാൻ ഞാൻ മറന്നുപോയി. പേടിച്ചിട്ടായിരിക്കും. ഇങ്ങോട്ടായിരിക്കും വഴി, ഇങ്ങോട്ടായിരിക്കും വഴി. ഇവിടെ 2 വഴി കാണുന്നുണ്ട്. ഏതാണ് വഴി എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ഫ്രണ്ടിൽ വന്നവരെല്ലാവരും പോയി. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ വഴി പോകാം. ഈ വഴി പോയി നോക്കാം. ഇതല്ല വഴി എന്നാണ് തോന്നുന്നത്. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നത്.
കാട്ടിനകത്തൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മാൻകൂട്ടം കണ്ടിട്ട് നേരെ എത്തിയിരിക്കുന്നത് ക്രൊക്കഡൈൽ പാർക്കിലേക്കാണ്. മുതലകളെ ഒത്തിരി സ്നേഹിച്ചിരുന്ന സ്റ്റീവ് ഇർവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ക്രൊക്കഡൈൽ പാർക്കിന് സ്റ്റീവ് ഇർവിൻ എന്ന പേര് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുതലകളുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. എല്ലാ മുതലകളും റെസ്റ്റ് എടുക്കുകയാണ്, എല്ലാം ഉറങ്ങാണെന്നാണ് തോന്നുന്നത്. 1 2 3 എണ്ണിട്ട് ഏകദേശം എത്ര മുതലുകൾ? 1 2 3 4 5 ഒരു 6-7 മുതലുകളുണ്ട്. ഈ പുല്ലിന്റെ കൂടെ ഈ മുതലുകൾ പതിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നില്ല, അത് ക്ലിയർ കിട്ടുന്നില്ല. ഇതിലില്ലെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ മുതലില്ലെന്ന് പറഞ്ഞ് കാണാതെ പോകരുത്. വന്ന് കാണണം. മുതലുണ്ട്, ഒരു 5-6-7 മുതലുണ്ട്. ഇനി നേരെ ബോട്ടിങ് താഴോട്ട് പോവാം. വെള്ളം ദാഹിച്ച് പോയി, വെള്ളം കുടിച്ചോളാൻ വയ്യ. മാത്രമല്ല വിശക്കുകയും ചെയ്യുന്നു, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോവേണ്ട ബോട്ട് എത്തിക്കഴിഞ്ഞു. നേരെ നേരെ പോകണം. വെള്ളം കുടിക്കണം, ഫുഡ് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നു. മുകളിലോട്ട് വീണ്ടും പോകാം. ഇന്നത്തെ എൻ്റെ യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. സത്യം പറയാൻ നല്ല അടിച്ച് പൊളിച്ചു, നല്ല എൻജോയ് ചെയ്തു. നെയ്യാർ ഡാം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ചുമ്മാ ഒരു ഡാം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഇവിടെ നല്ല ആസ്വദിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു സ്ഥലമാണ്. വന്ന് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം വരുന്നവർ ഇവിടെ തീർച്ചയായിട്ടും വന്ന് കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ഇതിപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.